നൈമിഷാരണ്യത്തിലെ യാഗഭൂമിയിൽ ശൗനകാദികളായ ഋഷിവര്യന്മാരോട് സൂതൻ മഹത്തായ മഹാഭാരത കഥകൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ അച്ഛനായ പരീക്ഷിത്തിനെ കൊന്ന തക്ഷകനോടുള്ള പകമൂലം ജനമേജയ മഹാരാജാവ് ഭൂമിയിലുള്ള സകല സർപ്പങ്ങളെയും അഗ്നിയിൽ ഹോമിക്കാനുള്ള യാഗമായ സർപ്പസത്രം നടത്തിയ കഥ ഞാൻ പറയാം. ആസ്തീകൻ എന്ന ഋഷിയുടെ കഥ കൂടി നിങ്ങൾ കേൾക്കണം. സൂതൻ പറഞ്ഞു തുടങ്ങി. ജനൽക്കാരു എന്നു പേരുള്ള ഉഗ്ര തപസ്വിയായ ഒരു മഹർഷി പണ്ട് തീർത്ഥയാത്ര നടത്തവേ വിചിത്രമായ ഒരു കാഴ്ച കാണാനിടയായി. ഒരു വലിയ മലയിടുക്കിൽ പറ്റിപ്പിടിച്ചു വളരുന്ന പുൽക്കൊടികൾ. ആ പുൽക്കൊടികളിൽ ചില രൂപങ്ങൾ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. ആ പുൽക്കൊടിയുടെ വേരുകൾ എലികൾ കുഴിച്ച് തിന്നുകൊണ്ടുമിരിക്കുന്നുണ്ട്. ഇത് കണ്ട് അമ്പരന്ന് ജനൽക്കാരു ആ രൂപങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? വിഡ്ഢിയായ ജനൽക്കാരുവിൻ്റെ പിതൃക്കളാണ് ഞങ്ങൾ എന്നായിരുന്നു അവരുടെ ഉത്തരം. ഇത് കേട്ട് ജനൽക്കാരു ഞെട്ടി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്താണ് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം? പിതൃക്കൾ പറഞ്ഞു, നിന്റെ പിതൃക്കളാണ് ഞങ്ങൾ. കുടുംബത്തിൽ അടുത്ത തലമുറ ഇല്ലാതെ വന്നാൽ പിതൃക്കൾ പാപികളെ പോലെ അലയും. നീ ഞങ്ങളുടെ ഏക സന്താനമാണ്. നീ താപസനായി അവിവാഹിതനായി ഇങ്ങനെ നടന്നാൽ ഞങ്ങൾക്ക് ഗതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ വിവാഹിതനാകണം. തപസ്വിയായ ജനൽക്കാരു തനിക്ക് സ്വീകാര്യമല്ലാത്ത ഈ നിർദ്ദേശം കേട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വേണ്ടി ഞാൻ വിവാഹിതനാവുകയോ സമ്പാദ്യമുണ്ടാക്കുകയോ ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യാം. എനിക്ക് ചില വ്യവസ്ഥകളുണ്ട്. ഒന്ന്, ഞാൻ വിവാഹം ചെയ്യുന്ന പെണ്ണിൻ്റെ പേരും ജനൽക്കാരു എന്നു തന്നെ ആകണം. മാത്രമല്ല അവളെ എനിക്ക് ഭിക്ഷയായി കിട്ടുകയും വേണം. ദരിദ്രനായ ഒരു താപസന് ആര് കന്യകയെ തരും? പിതൃക്കളെ, ഈ വ്യവസ്ഥയിലെ ഞാൻ വിവാഹം കഴിക്കൂ. ജനൽക്കാരു തൻ്റെ യാത്ര തുടർന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു വനത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് തൻ്റെ പിതൃക്കളുടെ ദുർഗതിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വാസുകി എന്ന നാഗരാജാവ് തൻ്റെ സഹോദരിയുമൊത്ത് ജനൽക്കാരുവിൻ്റെ മുന്നിലെത്തി. വാസുകി ഇങ്ങനെ പറഞ്ഞു, ഇത് എൻ്റെ സഹോദരിയാണ്. അങ്ങ് ഇവളെ വിവാഹം കഴിക്കണം. പേര് ചേരില്ല, അതുകൊണ്ട് വിവാഹം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ജനൽക്കാരു എന്ന പേരുള്ള സ്ത്രീയെ മാത്രമേ വിവാഹം ചെയ്യൂ. ജനൽക്കാരു ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇവളുടെ പേരും ജനൽക്കാരു എന്ന് തന്നെയാണ്. ഞാൻ ഇവളെ അങ്ങേക്ക് ദാനമായി നൽകുന്നു. വാസുകി അവളെ മുനിയെ ഏൽപ്പിച്ചു. ജനൽക്കാരു ആ കന്യകയെ വിവാഹം ചെയ്തു. അവർക്ക് മഹാനായ ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനാണ് ആസ്തീകൻ. ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ സർപ്പങ്ങളുടെ രക്ഷകനായി എത്തിയവൻ. സൂതൻ കഥ തുടർന്നു. പണ്ട് സർപ്പങ്ങളെ അമ്മ ശപിക്കുകയുണ്ടായി. ആ ശാപത്തിന് നിവൃത്തി ഉണ്ടാക്കുവാനാണ് വാസുകി തൻ്റെ സഹോദരിക്ക് ജനൽക്കാരു എന്ന് പേരിട്ടതും അവളെ ജനൽക്കാരു മഹർഷിക്ക് വധുവായി നൽകിയതും. അവർക്കുണ്ടായ മകനാണ് ആസ്തീകൻ, സർപ്പങ്ങളെ സർവനാശത്തിൽ നിന്നും രക്ഷിച്ചവൻ. ആ കഥയും കേൾക്കണമെന്നാവശ്യപ്പെട്ട മുനിമാരോട് സർപ്പങ്ങളുടെയും ഗരുഡൻ്റെയും ഉത്ഭവത്തെപ്പറ്റി സൂതൻ പറഞ്ഞു തുടങ്ങി. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ യുഗങ്ങൾ 4 കൃതയുഗത്തിൽ പണ്ട് ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായി 2 പേരുണ്ടായി, കദ്രുവും വിനതയും. മുതിർന്നപ്പോൾ ഇരുവരെയും കശ്യപ മഹർഷി വിവാഹം കഴിച്ചു. അങ്ങനെ അവർ സന്തോഷമായി ജീവിച്ചു പോരവേ കശ്യപൻ പത്നിമാരോട് പറഞ്ഞു, നിങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങൾക്കായി ഇഷ്ടമുള്ള ഓരോ വരം തരാൻ ഞാൻ തയ്യാറാണ്. ചോദിച്ചു കൊള്ളുക. ആഹ്ലാദഭരിതമായ മനസ്സോടെ കദ്രു പറഞ്ഞു, ഭഗവൻ, അങ്ങ് എനിക്ക് 1000 പുത്രന്മാരെ നൽകിയാലും. ഇത് കേട്ട് അവരെക്കാൾ തേജസ്വികളായ 2 പുത്രന്മാരെ എനിക്ക് നൽകിയാലും വിനത ചോദിച്ചു. കശ്യപൻ അവരെ വരം നൽകി അനുഗ്രഹിച്ചു. കാലം മുന്നോട്ട് പോയി. ഇരുവരും ഗർഭം ധരിച്ചു.
കദ്രു 1000 മുട്ടകളാണ് പ്രസവിച്ചത്. വിനതയാകട്ടെ 2 മുട്ടകളും. പരിചാരികമാർ ശ്രദ്ധയോടെ ആ മുട്ടകൾ ചെറു ചൂടുള്ള കുടങ്ങളിലാക്കി പരിപാലിച്ചു പോന്നു. 500 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. 500ാമത്തെ വർഷം കദ്രുവിൻ്റെ മുട്ടകളെല്ലാം വിരിഞ്ഞ് 1000 നാഗങ്ങൾ പുറത്തു വന്നു. വിനതയുടെ മുട്ടകൾ എന്നിട്ടും വിരിഞ്ഞില്ല. കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു. വിനതയുടെ മുട്ടകൾ എന്നിട്ടും വിരിഞ്ഞില്ല. വീണ്ടും കുറേ നാൾ കാത്തിട്ടും മക്കളെ ലഭിക്കാഞ്ഞ് ദുഃഖിതയായ വിനത അക്ഷമ കൊണ്ട് അതിലൊരു മുട്ട അല്പമൊന്ന് പൊട്ടിച്ചു നോക്കി. ഉടലിനുമേൽ പൂർണ്ണരൂപം പ്രാപിച്ചതും താഴെ പൂർണ്ണരൂപം കൈവരാത്തതുമായ ഒരു ദിവ്യകുമാരൻ മുട്ടയിൽ നിന്ന് പുറത്തു വന്നു. കോപത്തോടെ അമ്മയെ നോക്കി ശപിച്ചു. അക്ഷമ കൊണ്ട് എന്നെ ഈ സ്ഥിതിയിലാക്കിയ നീ 500 വർഷം ദാസ്യം അനുഭവിക്കുമാറാകട്ടെ. ദുഃഖിതയായ ആ അമ്മയോട് വീണ്ടും കുമാരൻ പറഞ്ഞു, അമ്മേ, ഇനിയുള്ള മുട്ടയെങ്കിലും അക്ഷമ കൊണ്ട് കേടുവരുത്താതിരിക്കുക. എന്നിട്ട് കാത്തിരിക്കുക. അതിൽ നിന്നുണ്ടാകുന്ന പുത്രൻ അമ്മയെ രക്ഷിക്കും. ഇത്രയും പറഞ്ഞിട്ട് അർത്ഥാംഗനായ ആ ദിവ്യശിശു ആകാശത്തേക്ക് ഉയർന്നു മറഞ്ഞു. ആ കുമാരനാണ് സൂര്യസാരഥിയായ അരുണൻ. 1000 പച്ചക്കുതിരകളെ പൂട്ടിയ തങ്കനിർമ്മിതമായ സൂര്യരഥം തെളിക്കുന്നത് അരുണനാണത്രേ. ആ മംഗല നിമിഷമാണ് എന്നും പ്രഭാതത്തിൽ നാം കണി കാണുന്നത്. 500 വർഷം വീണ്ടും കടന്നുപോയി. വിനത ഈശ്വരചിന്തയോടെ മകൻ്റെ പിറവിയും കാത്തിരുന്നു. കദ്രുവിൻ്റെ 100 മക്കളും വളർന്ന് വലുതായി. അങ്ങനെയിരിക്കെ ഒരു പ്രഭാതത്തിൽ ആ മുട്ടയും വിരിഞ്ഞ് സൂര്യ തേജസ്സോടെ ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. ദിക്കുകൾ മറയ്ക്കുന്ന കൂറ്റൻ ചിറകുകൾ വിടർത്തി ആ ഭീമൻ പക്ഷി ആകാശത്തേക്ക് പറന്നുയർന്ന് മറഞ്ഞു. അങ്ങനെ കഴിയവേ ഒരു നാൾ കദ്രുവും വിനതയും ഉച്ചൈശ്രവസ് എന്ന ദിവ്യാശ്വത്തെ കാണാനിടയായി. സർവ്വലക്ഷണങ്ങൾ തികഞ്ഞതും പാലാഴി കടഞ്ഞപ്പോൾ അമൃതിനോടൊപ്പം ലഭിച്ചതുമായ ആ വിശിഷ്ടമായ കുതിരയെ കണ്ട് അവർ അത്ഭുതം പൂണ്ടു. കഥ കേട്ടുകൊണ്ടിരുന്ന ശൗനക മഹർഷി ചോദിച്ചു, എന്താണ് അമൃത മഥന കഥ? ഈ ദിവ്യാശ്വം പാലാഴിയിൽ നിന്നും എങ്ങനെയാണ് ലഭിച്ചത്? സൂതൻ കഥ തുടർന്നു. ആ കഥയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. നന്ദി, നമസ്കാരം.